ഇരുകരയും ജീവവൃക്ഷഫലങ്ങൾ പരിലസിക്കും ദൈവത്തിനുദ്യാനമേ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേം, വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേം. എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ. ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ യേശുവോട് കൂടെ ഉയർപ്പിക്കും. ഞാനും എൻ്റെ കുടുംബവും സഭയും ഈശ്വര മഹായുടെ സ്നേഹമുള്ള ജോസിനച്ഛൻ, അതുപോലെ സഭയിലെ വിശ്വാസികൾ, വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്ന ചേച്ചി മക്കൾ എല്ലാവരെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഞാനിവിടെ ശുശ്രൂഷ ചെയ്ത കാലത്ത് എൻ്റെ കൈക്കാരനായ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ കൂടെ നടക്കുന്നു. എല്ലാ കാര്യങ്ങളിലും എല്ലാ സഹായം ചെയ്തു തരുന്നതായ ഒരു സ്നേഹമുള്ള വ്യക്തിയായിരുന്നു ബേബി ജോ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നില്ല ചെയ്തവരെ ഈ ലോക ജീവിതത്തിൽ അങ്ങിൽ വിശ്വസിച്ച് അങ്ങയുടെ പാതയിൽ അങ്ങയുടെ സഭയെ നയിച്ചതായ അങ്ങയുടെ നാഥൻ കർത്താവെ, അങ്ങയുടെ സമയം വന്നപ്പോൾ അവിടുത്തെ സന്നിധിയിലേക്ക് അവിടുന്ന് വിളിച്ചു ചേർത്തു. മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവീൻ എന്നുള്ളതായ ശബ്ദം കേൾക്കുമ്പോൾ ഞങ്ങളും മടങ്ങി വരേണ്ടുന്നതാണ്. കർത്താവെ, അങ്ങയുടെ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നു. അവന്റെ രൂപം മിന്നലിനൊത്തതും അവന്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതും ആയിരുന്നു. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ചു വിറച്ചു, മരിച്ചവരെ പോലെ ആയി. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവനിവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്നു കാണുമീൻ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു. അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു, അവിടെ നിങ്ങൾ അവനെ കാണും. ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി കല്ലറ വിട്ട് അവന്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി. എന്നാൽ യേശു അവരെ എതിരേറ്റു. നിങ്ങൾക്ക് വന്ദനം എന്ന് പറയുവാൻ പറവീൻ, അവിടെ അവർ എന്നെ കാണും എന്ന് പറഞ്ഞു. ഇതില്ലയോ കയ്യിലോട് നിർത്തിയിട്ട് എടുക്കും. അതിലെടുത്ത്
ഇപ്പൊ തന്നെ കഴിക്കാം. ചേട്ടൻ്റെ ദേഹവിയോഗത്തിൽ വേദനയിലും കണ്ണീരിൻ്റെയൊക്കെ അനുഭവത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ബന്ധുമിത്രാദികളെ, ചർച്ചക്കാരെ, സഭാജനങ്ങളെ, ഒരു മനുഷ്യൻ്റെ ജീവിതമെന്ന് പറയുന്നത് ജനനം മുതൽ മരണം വരെ നമ്മൾ ആ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ ഒരത്ഭുതമാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ നിയോഗത്തിൻ്റെ ഭാഗമായി അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ ഒരു നിയോഗവുമായിട്ടാണ് ഒരു മനുഷ്യന് ഭൂമിയിലേക്ക് വരുന്നത്. വെറുതെ ആരും ഈ ഭൂമിയിൽ വരുന്നില്ല. നമ്മളൊക്കെ വിചാരിക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ നമ്മുടെയൊക്കെ ധാരണ നമ്മൾ ചുമ്മാതെ ഇവിടെ വന്നവരാണ് എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെയല്ല. നമുക്കെല്ലാം ദൈവം തമ്പുരാൻ ഒരു നിയോഗം നൽകുന്നുണ്ട്. ആ നിയോഗമാണ് നമ്മുടെ ജീവിതം. പ്രിയ ബേബിച്ചാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 59 വർഷക്കാലം ആ വലിയ നിയോഗം ജീവിതത്തിൽ ഏറ്റെടുത്തു. ഭാരതത്തിൻ്റെ ഒരു സേനാനിയായി അർദ്ധ സൈനിക വിഭാഗത്തിൽ സേവനം ചെയ്യുവാനായിട്ട് അദ്ദേഹത്തിന് ദൈവാവസരം നൽകി. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഹിന്ദി സംസാരിക്കാൻ അറിയാവുന്ന ഒരു മാന്യ വ്യക്തിത്വമായിരുന്നു. ഇവിടെ ചേലച്ചോട് ദേവാലയത്തിൽ അദ്ദേഹം ഹിന്ദിയിൽ വേദഭാഗങ്ങൾ പഠിപ്പിക്കുകയും ഹിന്ദിയിൽ ഗാനങ്ങളൊക്കെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ, വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ അദ്ദേഹം വളരെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ ഭംഗിയായിട്ട് നിർവഹിച്ച ഒരു ദേശസ്നേഹിയും വളരെ ആഴത്തിലുള്ള വിശ്വാസമുണ്ടായിരുന്ന ഒരു ദൈവ മകനെയുമാണ് നമ്മൾ യാത്രയാക്കുന്നത്. വിരമിച്ച ശേഷം അദ്ദേഹം ഈ ചർച്ചയോട് വന്ന് സഭയുടെ കൈക്കാരനായിട്ട് വളരെ ധീരമായ രീതിയിൽ അദ്ദേഹം നേതൃത്വം നൽകി.
ഇപ്പോൾ കാണുന്ന ദേവാലയം ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ നേതൃത്വ പാഠവത്തിൻ്റെ സംഭാവനയാണ് എന്ന് നന്ദിയോടെ ഓർക്കുന്നു. അതുകൊണ്ടായിരുന്നായ വാനപ്പടി പല ശുശ്രൂഷരുണ്ട്. വാനപ്പടി ബെനച്ചിൽ ഉൾപ്പെടെയുള്ള പല ശുശ്രൂഷകളോട് ചേർന്ന് വളരെ ശക്തമായ നേതൃത്വമാണ് അദ്ദേഹം നമ്മുടെ സഭയ്ക്ക് നൽകിയത്. അത് മാത്രമല്ല, ഞാൻ പല പ്രാവശ്യം ഇവിടെ വരുമ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ഒരു ധീര സൈനികൻ എന്ന നിലയിൽ വളരെ ധൈര്യമുള്ളതായ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ഇവിടെ നമ്മൾ എപ്പോഴും ഈ പ്രയാസങ്ങളൊക്കെ ഉണ്ട്, പല പ്രയാസങ്ങളുണ്ടായി നമ്മുടെയൊക്കെ ജീവിതത്തിലാണെങ്കിൽ വലിയ വലിയ പ്രതിസന്ധികൾ ആണ് നമ്മൾ കരുതുന്നതായ ചെറിയൊരു കാര്യം വരുമ്പോൾ തന്നെ നമ്മൾ വലിയ പ്രതിസന്ധികളായി ഒക്കെ കണക്കാക്കി നമ്മൾ തകർന്നു പോവുകയും ചെയ്യുന്ന ജീവിത സാഹചര്യങ്ങളില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പല വെല്ലുവിളികളും പ്രതിസന്ധികളും വന്നപ്പോൾ ധൈര്യമായി അതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ടുള്ള ദൈവകൃപയുണ്ടായത്. എപ്പോഴും ചിരിച്ചുകൊണ്ടല്ലാതെ ഞാനിപ്പോൾ ഓർക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ നല്ല ഒരു ഉള്ളിലുള്ള വലിയ വിശ്വാസം ഒരു ചിരിയായി അദ്ദേഹം പ്രകടിപ്പിക്കുമായിരുന്നു. വളരെ ബോൾഡായി ധൈര്യത്തോടു കൂടിയാണ് അദ്ദേഹം ജീവിതത്തെ നേരിട്ടത്. നമുക്കറിയാം, ഇബിനുമായി സംബന്ധിച്ച് കഴിഞ്ഞ 9 മാസമായിട്ട് ഇവൻ്റെ കുറേ നാൾ ചലിച്ചോട് ഹോസ്പിറ്റലിലൊക്കെ അദ്ദേഹം പിന്നെ അഡ്മിറ്റ് ആയിരുന്ന സമയത്തൊക്കെ മിക്കവാറും അവിടെ വെച്ച് കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഡയാലിസിസ് ഒരു ആഴ്ചയിൽ 3 ഡയാലിസിന് പോയിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ഇതെല്ലാം എന്തെല്ലാം പ്രതിസന്ധികൾ കടന്നു പോയത്. അപ്പോൾ ഈ കുടുംബം ഈ പ്രതിസന്ധികളെയൊക്കെ വളരെ ധൈര്യമായി നേരിട്ടു, വിശ്വാസത്തിൽ നേരിട്ടു. പ്രിയ ചേച്ചിയും പ്രിയ മകളിലെയും കുടുംബമായിട്ടൊക്കെ അവരെയൊക്കെ ചെയ്ത സേവനങ്ങൾ, അതുപോലെ തന്നെ ഈ ഭവനത്തിൻ്റെ കുളത്തിങ്കൽ ഭവനം, മനച്ചിക്കൽ കുടുംബം, അങ്ങനെയൊക്കെയുള്ള ഇതിൻ്റെ സഹോദര കുടുംബങ്ങളൊക്കെ വളരെ ശക്തമായി പിന്തുണ നൽകി. ഈ ചർച്ചയുടെ നിവാസികളായിട്ടുള്ള പ്രിയപ്പെട്ട ഈ കുളത്തിങ്കൽ കുടുംബവുമായി ബന്ധപ്പെട്ടതായ എല്ലാ കുടുംബങ്ങളും വളരെ വലിയ സഹായവും സംഭാവനകളും നൽകിയതുകൊണ്ടാണ് ഈ പ്രതിസന്ധികളെ അതിജീവിക്കുവാനായിട്ട് സാധിച്ചത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകാം, സ്വാഭാവികമായ കാര്യം. നമുക്കാർക്കും അറിയാം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ദൈവത്തിനല്ലാതെ കർത്താവിനല്ലാതെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് പ്രതിസന്ധികളുണ്ടാകും. എങ്ങനെയാണ് ആ പ്രതിസന്ധികളെ അതിജീവിക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് നമ്മളെ പ്രിയ വേബിച്ചാൻ്റെ ജീവിതം ഒന്ന് മനസ്സിലാക്കിയാൽ മതിയായിരിക്കും. അത് നമുക്ക് വളരെ അർത്ഥവത്താണ്, വളരെ പ്രത്യാശ പകരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ആ വലിയ ആദരവോടുകൂടെ അദ്ദേഹത്തിന് 59 വയസ്സ്, ഇനിയും ദീർഘകാലം അദ്ദേഹം കുറേ വർഷം കൊണ്ട് ജീവിക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ കർത്താവിൻ്റെ പദ്ധതി 59 വയസ്സെന്നുള്ളതായിരുന്നു. ഇതിനിടയ്ക്ക് 3-4 വർഷം അദ്ദേഹം വളരെ രോഗാധീനായിരുന്നു. അന്നൊന്നും പ്രത്യാശ കൈവിടാതെ വളരെ ധീരമായി ജീവിച്ചു. ധീരനായ ഒരു ദേശസ്നേഹിയും സഭാ സ്നേഹിയും ഒക്കെയാണ് നമ്മൾ യാത്രയാക്കുന്നത്. അവിടെ ആർത്തവത്തായി നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ഈ പ്രിയ സഹോദരനെ നമുക്ക് യാത്രയാക്കാം. കുടുംബാംഗങ്ങളോടൊക്കെ അദ്ദേഹം യാത്ര പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ശരീരം യാത്ര പറയുകയാണ്. എങ്കിലും നല്ല ഓർമ്മകൾ, പ്രോജ്വലമായ ഓർമ്മകൾ, ധീരമായ ഓർമ്മകൾ കുടുംബാംഗങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ, ശക്തിയിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥ വളരെ പ്രതികൂലമായതുകൊണ്ട് ഒരല്പം നേരത്തെ ഞാൻ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. കാരണം നമുക്ക് ഇത് ശരീരം താഴെ റോഡിലെത്തിക്കണം, അത് കഴിഞ്ഞ് നമുക്ക് ദേവാലയത്തിലെത്തിക്കണം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുവാനായിട്ടുണ്ട്. അതുകൊണ്ട് അല്പം നേരത്തെ ആരംഭിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥനാപുരം ആരംഭിക്കാം. ഇപ്പം ഗായകസംഘം ഒരു ആശ്വാസഗാനത്തിൻ്റെ ഒരു ചരണം ആരംഭിക്കുന്നു. അതിനുശേഷം ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾ ആരംഭിക്കുന്നതാണ്. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ഐശ്വര്യ മഹാടവ മിഷൻ ഡയറക്ടർ ഉക്കാളിയ CSS സഭയുടെ വികാരി, മുൻ വികാരി, നമ്മുടെ ചർച്ചോടെ സെൻറ്റ് സ്റ്റീഫൻ CSയുടെ മുൻ വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഈ പിന്നച്ചനും 2 ശുശ്രൂഷ നമ്മുടെ മധ്യത്തിലുണ്ട്. ക്ലിൻ്റ് സാറ് ഈ കുടുംബം തന്നെയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ പട്ടായക്കുടി ശുശ്രൂഷ ചെയ്യുന്നു. തേക്കന്തോണി സഭയിലെ യോൽ സാറും നമ്മുടെ മധ്യത്തിലുണ്ട്. മറ്റേ സഭയുടെ ചുമതലക്കാരൻ നമ്മുടെ മധ്യത്തിലുണ്ട്. എല്ലാവരെയും പ്രാർത്ഥന നിർഭരമായ സഹകരണം അഭ്യർത്ഥിക്കുന്നു. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ശുശ്രൂഷ ആരംഭിക്കും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പേൻ, എന്നിലും വിശ്വസിപ്പേൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം സ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടി ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഇരിക്കും. നീ നദിയിൽ കൂടി കിടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയില്ല.
നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോവുകയുമില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അങ്ങയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. വേദഭാഗങ്ങൾ വായിക്കുന്നതാണ്. ആദ്യ സങ്കീർത്തന വേദഭാഗം, അതിനുശേഷം ലേഖന വേദഭാഗം. 130 സങ്കീർത്തനം. യഹോവയെ ആഴ്ത്തുന്ന ഞാൻ നിന്നോട് വിളിക്കുന്നു. കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. നിന്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. യഹോവേ, നീ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ കർത്താവേ ആർ നിലനിൽക്കും. എങ്കിലും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ പക്കൽ വിമോചനമുണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു. എൻ്റെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. വിശ്വസനായി കാത്തിരിക്കുന്നതിനേക്കാൾ എൻ്റെ ഉള്ള യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഇസ്രായേലെ, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവ കൃപയും അവൻ്റെ പക്കൽ ധാരാളം വീണ്ടെടുപ്പുമുണ്ട്. അവൻ ഇസ്രായേലിനെ അവൻ്റെ അകത്യങ്ങളിൽ നിന്നൊക്കെ വീണ്ടെടുക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദ്യങ്ങളെപ്പോഴും എഴുതിയ 1 ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യം മുതൽ 18-ാം വാക്യം വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പേൻ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളാൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണകളുടെ പിതാവും സകല ആശ്വാസത്തിൻ്റെയും ദൈവമായുള്ളവേ, പുനരുത്ഥാനവും ജീവനുമായിരിക്കുന്ന ഞങ്ങൾ കർത്താവായ യേശു മിശിഹായുടെ പിതാവേ, കർത്താവിൽ വിശ്വസിക്കുന്നവരെല്ലാവരും മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് കർത്താവിൽ വിശ്വസിക്കുന്ന ആരും അനേകമായി മരിക്കില്ലല്ലോ. കർത്താവിൽ നിദ്ര കൊള്ളുന്നവരെ കുറിച്ചും പ്രത്യാശയില്ലാത്തവരെ പല ദുഃഖിക്കരുതെന്ന് അങ്ങയുടെ വിശുദ്ധനായ അപ്പോസ്തലനെ കൊണ്ട് ഞങ്ങൾക്ക് ഉപദേശിച്ചുവല്ലോ. അങ്ങനെ ജ്ഞാനത്തിലും സ്നേഹത്തിലും ഞങ്ങളുടെ ഈ പ്രിയ സഹോദരനെ പാവവും പരീക്ഷയുമുള്ള ലോകത്തിൽ നിന്ന് വിളിക്കുവാൻ തിരുമനസ്സായിരിക്കുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ദാസന്റെ വേർപാട് മൂലം ദുഃഖത്തിലിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ കടാക്ഷിച്ച് അവരെ ആശ്വസിപ്പിക്കണമെന്ന് ഞങ്ങൾ താഴ്മയോടെ അപേക്ഷിക്കുന്നു. പ്രത്യാശയുടെ ഉറവിടമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, നിങ്ങൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി മരിച്ച നിന്റെ പ്രിയപുത്രന്റെ ക്രൂശിൽ പ്രദർശിച്ചിരിക്കുന്ന നിന്റെ അതിശയകരമായ സ്നേഹത്തെക്കുറിച്ചുള്ള ആഴമേറിയ ബോധം ഞങ്ങൾക്ക് നൽകണമേ. അവന്റെ മുക്തമുള്ള പുനരുദ്ധാനത്താൽ സമ്പാദിതമായ ഭാഗ്യകരമായ പ്രത്യാശയാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ. സകലവും നന്നായി ചെയ്യുന്ന നിന്റെ ജ്ഞാനത്തിലും സ്നേഹത്തിലുമുള്ള വിശ്വാസത്താൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ. അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകുമ്പോൾ നീയാകുന്നു ഞങ്ങൾക്ക് തന്നു. കർത്താവ് എടുത്തു
കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പൂർണ്ണതയോടെ പറയുവാൻ നിന്റെ മക്കൾക്ക് സഹായിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമസിഹാ മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കരുണയുള്ള ദൈവമേ, മരണത്തിൽ നിന്നിൽ നിന്നോ നിന്റെ സ്നേഹത്തിൽ നിന്നോ ആരെയും വേർപെടുത്തുവാൻ പാടില്ലാത്തായാൽ ഞങ്ങൾ അങ്ങക്ക് സ്തോത്രം ചെയ്യുന്നു. ക്ഷയമോ മാലിന്യമോ വാട്ടമോ ഇല്ലാതായി സ്വർഗത്തിൽ നിക്ഷേപിച്ചിരിക്കുന്ന അവകാശത്തെക്കുറിച്ചുള്ള ജീവനുള്ള പ്രത്യാശ നിന്റെ മക്കൾ ജനിപ്പിക്കണമേ. ഒരിക്കലും വേർപാടില്ലാത്ത ഞങ്ങളുടെ പിതാവിൻ്റെ ഭവനത്തിലേക്കുള്ള വാസ്തവത്തിലേക്ക് ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കണമേ. ഞങ്ങളെ സാക്ഷാൽ ഭവനമായ സ്വർഗീയ ഭവനത്തിൽ ഞങ്ങളെ വിട്ടുപോയ പ്രിയപ്പെട്ടവരോടുകൂടെ ഞങ്ങളെയും ചേർക്കണമേ. നിന്റെ എല്ലാ വിശുദ്ധന്മാരോടും കൂടെ പാർക്കുവാനും പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്നവനായി ഞങ്ങളുടെ രക്ഷിതാവും രാജാവുമായുള്ള യേശുവേ നിന്നോടുകൂടെ വാഴുവാനും നിങ്കിലേക്ക് തന്നെ ഞങ്ങളെ ചേർത്ത് കൊള്ളണമെന്ന് ഞങ്ങൾ അങ്ങയോട് ഏറ്റവും വിനയമായി അപേക്ഷിക്കുന്നു. ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിരുന്ന വിശുദ്ധ മക്കളവർക്കും മാനമായി പ്രാർത്ഥിക്കാം. വേർപാടിൻ്റെ വേലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ കർത്താവ് സ്വർഗീയ സമാധാനത്താലും ആശ്വാസത്താലും ശക്തീകരിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സമാധാനം, കർത്താവ് പറഞ്ഞ പോലെ എൻ്റെ സമാധാനം ഞങ്ങൾ തന്നേച്ചു പോന്നു, ലോകം തരുന്ന പോലെയല്ല. ദിവ്യമായ സമാധാനത്താൽ കണ്ണീരിൻ്റെ വേർപാടിൻ്റെ ദുഃഖത്തിൻ്റെ അനുഭവത്തിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കുവാനായിട്ട് ഒരു നിമിഷം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, നിന്റെ വാഴ്ത്തപ്പെട്ട പുത്രനായ യേശുമിശിഹ തന്റെ സ്നേഹിതനായ ലാസറിന്റെ കല്ലറങ്ങൾ കണ്ണുനീരൊഴുക്കിയല്ലോ. ഇപ്പോൾ ദുഃഖത്തിലും സങ്കടത്തിലുമായിരിക്കുന്നവരെ കൃപയോടെ കടാക്ഷിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ദിവ്യകരുണയാൽ അവരെ ആശ്വസിപ്പിക്കണമേ. അങ്ങയെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്നറിയുവാൻ അവരെ സഹായിക്കണമേ. അങ്ങയുടെ പിതൃതയിൽ ഉറപ്പായി ആശ്രയിക്കുവാൻ അവർക്ക് കൃപ നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന സൃഷ്ടായുസിനെ ധൈര്യത്തോടും ക്ഷമയോടും കഴിക്കുന്നതിനും പ്രത്യാശയില്ലാത്തതിനെ പോലെ ദുഃഖിക്കാതിരിക്കുവാനും കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകളെയും നന്ദിയോടെ ഓർക്കുവാനും അങ്ങനെയുള്ള വിശ്വാസത്തോടും ഭയഭക്തിയോടും ഈ ആയുസ്സിനെ വിട്ടുപോയ പ്രിയപ്പെട്ടവരോടുകൂടെ ചെന്നു ചേരാവുന്നുള്ള പൂർണ്ണ നിശ്ചയത്തിലിരിപ്പാനും ഇപ്പോൾ ദുഃഖത്തിലിരിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് വിശ്വാസത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ആത്മാവിനെ നൽകണമെന്ന് യേശുമിശിഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, നിന്നിൽ വിശ്രമിപ്പാൻ ഞങ്ങൾ മുമ്പായി കടന്നുപോയിട്ടുള്ള നിന്റെ എല്ലാ മക്കളോടും നിനക്കുള്ള കരുണയ്ക്കും കൃപയ്ക്കുമായി ഞങ്ങൾ നിന്റെ വലിയ നാമത്തെ പുകഴ്ത്തുന്നു. അവർ നടന്നതുപോലെ നിന്റെ മുമ്പാകെ നീതിയിലും വിശുദ്ധിയിലും നടന്ന ത്യാഗപൂർണ്ണനെ സേവിച്ച് മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നന്ദിയുള്ള ഹൃദയങ്ങളെ തരണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ചേർന്ന് ചൊല്ലാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശേഷിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയപ്പെടുത്താതെ ദുഷ്ടങ്ങളിൽ നീക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതാകുമല്ലോ. ആമേൻ. ആശീർവാദം. കർത്താവ് ജീവനോടിരിക്കുന്നവർക്ക് തൻ്റെ കൃപയും നമ്മെ വിട്ട് കടന്നുപോയ വിശ്വാസികൾക്ക് സ്വസ്ഥതയും സഭയ്ക്കും ലോകത്തിനും സകല മനുഷ്യർക്കും സമാധാനവും ഐക്യവും നമുക്കും തൻ്റെ സകല ദാസന്മാർക്കും നിത്യജീവനും നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവ്വശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ഇടയിലുണ്ടായി എല്ലായ്പ്പോഴും നമ്മളോട് കൂടി ഇരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ ഇവിടെ പരിസമാപിക്കുകയാണ്. ഉടൻ തന്നെ പ്രിയ വിളിച്ചാൻ്റെ ഭൗതിക ശരീരം വിലാപയാത്രയായിട്ട്
സെൻറ്റ് സ്റ്റീഫൻ CSI ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇപ്പോൾ ചെറിയ മഴയുടെ ഒരു ചെറിയ പ്രയാസമൊക്കെ ഉള്ളതുകൊണ്ട് വിലാപയാത്രയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ അധികം കൂടി നിൽക്കാതെ അവരുടെ വാഹനങ്ങളാണോ എങ്ങനെയാണോ അത് താടിച്ചെന്ന് കയറുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. അവിടെ തന്നെ ഹോദിശ്ശേരിയെ നമ്മളിവിടുന്ന് പാഠത്തിലെടുക്കുന്നതാണ്. കുടുംബാംഗങ്ങൾക്ക് നിത്യജീവനം നൽകി പ്രിയ പിതാവിനെ യാത്രയാക്കാവുന്നതാണ്. മറ്റുള്ളവർക്ക് സമയത്തോടെ കൂടി നിൽക്കേണ്ട കാര്യമില്ല, കാരണം വളരെ പരിമിതമായ ഒരു യാത്രാ സൗകര്യമാണ് താഴെട്ടുള്ളത്. ദയവ് ചെയ്ത് എല്ലാവരും മുമ്പോട്ട് പോയി വാഹനങ്ങളൊക്കെ ഉള്ളവർ ആ വാഹനം കയറിയിരിക്കുവാൻ നമുക്ക് ഒരുമിച്ച് ലാഭയാത്രയായിട്ട് വളരെ ചന്തമായിട്ട് വിജിതമായിട്ട് ദേവാലയത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. അവിടെ എല്ലാവരെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ഗായസംഘം ഒരാശ്വാസഗാനത്തിൻ്റെ ചരണങ്ങൾ ആലപിക്കുന്നതാണ്. ഈ സമയത്ത് കുടുംബാംഗങ്ങൾക്ക് നിയമനം നൽകി പ്രിയ ദേവചേട്ടനെ യാത്രയാക്കാവുന്നതാണ്. എല്ലാവരെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. ശുശ്രൂഷയിൽ നേതൃത്വം നൽകിയതായ മാനപ്പെട്ട ഈ പ്രിൻസിനോടും മാനപ്പെട്ട ക്ലിൻസാനോടും മാനപ്പെട്ട ജോർജ് സുസാനോടും മറ്റ് എല്ലാ ബഹുമാനായ പ്രിയപ്പെട്ടവരുള്ളതായ നന്ദിയെ സ്നേഹിക്കുകയും സഭയുടെ പേരിലും ഇടപെട പേരിലും ഞാൻ വിനോദം അറിയിക്കുന്നു. ഒരു കാര്യം പറയട്ടെ, എല്ലാവരും ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു മറ്റൊരു ക്രമീകരണം ചെയ്യുകയാണ്. പ്രിയ ഹോദിശ്ശേരി ആദ്യം തന്നെ കൊണ്ടുപോകാൻ എങ്കിൽ മാത്രമേ ആൾക്കാർ പോകത്തുള്ളൂ. ഇതിൻ്റെ ഇവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട്. ഇറങ്ങിക്കോ. ഓക്കെ, മഴ വരുന്ന ഞാൻ പിടിക്കാം.
ും
പാട്ടുപാടി ദേവാലയത്തിലേക്ക് കയറ്റുകയാണ്. മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും പ്ലീസ് കയറിയിരിക്കാം. ഇഷ്ടംപോലെ ഇടയുണ്ട്, ദയവായിട്ട് കയറി. ഇവിടുത്തെ കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ വേർതിരിക്കുന്ന കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ ആണോ നാമോ നമ്മെ സ്നേഹിച്ച മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണജയം പ്രാപിക്കുന്നു. അതുകൊണ്ട് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, ആശ്വാസം ലഭിക്കും. അങ്ങേ ആരാധിക്കുന്ന പോലെ ഞങ്ങളും അങ്ങേ ആരാധിക്കേണ്ടതും അവർ അങ്ങേ ആശ്രയിക്കുന്ന പോലെ ഞങ്ങളും അങ്ങേ ആശ്രയിക്കേണ്ടതും അവർ അങ്ങ് സന്തോഷിക്കുന്ന പോലെ ഞങ്ങളും അങ്ങ് സന്തോഷിക്കേണ്ടതും അവർ അങ്ങേ സ്നേഹിക്കുന്നത് പോലെ ഞങ്ങളും അങ്ങേ സ്നേഹിക്കേണ്ടതും അവരുടെ അതേ മനോഭാവം തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. വിശുദ്ധിയിൽ പൂർണ്ണമാക്കപ്പെട്ടുള്ള നീതിമാന്മാരായ ആത്മാക്കളോടും കൂടെ അങ്ങേ കഴിപ്പിച്ചിരിക്കുന്നല്ലോ. ഈ ഭൂമിയിൽ ഞങ്ങൾ പ്രയാണകാലത്ത് അങ്ങനെ വിശുദ്ധരോടുള്ള കൂട്ടായ്മയും നിലനിൽക്കുവാനും നിത്യരായിട്ട് പ്രത്യാശയും ജീവിക്കുവാനും സ്വർഗീയ സമാധാനം
ദൈവമേവാൻ ഞങ്ങൾക്കായി ശിഷ്യാവൻ കൃപ ചെയ്യണമേ. ആമേൻ. ഇതുപോലെ തന്നെ സെക്രട്ടറി വായിക്കുന്ന സംഗീതം. കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കീർണമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും ഈ ഭൂമിയെ ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിനുമുമ്പേ നീ ആദ്യമായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മക്കളെ പൊടിയിലേക്ക് പരിചയമുണ്ടാക്കുന്നു. മനുഷ്യപുത്രന്മാരെ ദൈവമേ എന്ന് അന്വേഷിക്കുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെ രാത്രിയിലെ ഒരു യാമം പോലെ മാത്രം ചെയ്യുന്നു. നീ അവരെ ഒഴുക്കി കളയുന്നു. അവർ ഒക്കം പോലെ തന്നെ. അവർ രാവിലെ മുളച്ചു വരുന്ന പുതുപോലെയാകുന്നു. അത് രാവിലെ കഴിച്ചു വളരുന്നു. വൈകുന്നേരം അത് അതിന് മാറിപ്പോകുന്നു. നിങ്ങൾ നിന്നെ പുറത്താൻ ജീവിച്ചും നിന്നെ പുറത്താൻ ഒളിച്ചു പോകുന്നു. ഈ ഞങ്ങളുടെ ശക്തികളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യവാക്കുകളെ നിന്റെ പ്രകാശത്തിലും വെച്ചിരിക്കുന്നു. നിങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ പുറത്ത് കഴിഞ്ഞുപോയി. നിങ്ങളുടെ സംവത്സരങ്ങളെ നിങ്ങളുടെ നിലവിൽ പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോകുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നീ പ്രയത്നത്തക്കവണ്ണം നിന്റെ കോപത്തെ ലഭിക്കുന്നവൻ ഞങ്ങളെ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, അറിയുകയാണ് എത്രത്തോളം താമസം അടിയങ്ങളോട് സന്താപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ ഹൃദയകൊണ്ട് മുക്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആൾക്കാരൊക്കെ ഞങ്ങൾ ഘോഷിച്ചാൽ നീ ഞങ്ങളെ രക്ഷിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനന്തം അനുഭവിച്ച സംവത്സരങ്ങൾക്കും നിങ്ങളെ ഘോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർത്തിന്റെ പ്രത്യേകം അവരുടെ മക്കൾക്ക് നിന്റെ മക്കളും വെളിപ്പെടുത്താനാകട്ടെ. ഞങ്ങളുടെ ഹോബിയുടെ സ്ഥാനം ഞങ്ങളുടെ തീരുമാനാകട്ടെ. ഞങ്ങളുടെ പ്രവൃത്തിയെ സാധ്യമാക്കണമേ. അതെ, ഞങ്ങളുടെ കഴിവിന്റെ പ്രവൃത്തിയെ സാധ്യമാക്കി എല്ലാവർക്കും ഇരിക്കാം. ഈ സമയത്ത് ലേഖന വായിക്കാണ്. ലേഖനങ്ങൾ വായിക്കുക. 1 മുതൽ 10 വരെ ഇരിക്കുന്ന ദൈവത്തിന്റെ എഴുത്തിൽ കൂടാരമായ ഞങ്ങളുടെ ഒപ്പമൊന്നാം അഴിച്ചുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭാരത്തിൽ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിൽ അറിയുന്നു. ഈ കൂടാരത്തിൽ രാജ്യങ്ങളുടെ ഞങ്ങൾ കട്ടയായിട്ടുള്ള പുതുപ്പുള്ളവരായി ഇരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിന് നീരെ ലഭിക്കാൻ വാഞ്ചിക്കുന്നു. തിരുവാനല്ല സത്യമായത് ജീവനാൽ നീങ്ങിപ്പോയത് നീരെ ഉടുപ്പാനിരിക്കുക. ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ടവരായിരുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്നു. കർത്താവിനോട് അകന്ന പരിദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. കാഴ്ചയാലല്ല, വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിക്കാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഇവിടെ വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചേട്ടൻ്റെ ശരീരം ഒരല്പം വീക്കാണ്. ഡീഫ്രോസ്റ്റ്, അതായത് ഇതുവരെ ഫ്രീസറിൽ വെച്ച് അതായത് നമ്മളിവിടെ കൊണ്ടുവന്നു. അത് ഡീഫ്രോസ്റ്റ് ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ശവസംസ്കാരം ചെയ്യണം. ഇല്ലെങ്കിൽ വളരെ പ്രയാസകരമായ സാഹചര്യമാണ്. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ നമ്മൾ ഈ ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്നത്. പ്രിയ കൊളത്തിങ്കൽ ബേബി ജോൺ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിത്വം സഭയ്ക്കും സമൂഹത്തിനും വളരെയധികം സംഭാവനകൾ വളരെ ധീരമായ സംഭാവന നൽകിയ ഒരു ദൈവദാസനാണ്, ഒരു ദൈവമകനാണ്. കൊളത്തിങ്കൽ കുടുംബത്തിലെ അംഗമായിരിക്കുന്ന ഏറ്റവും മൂത്ത രണ്ടാമത്തെ സഹോദരനായിരിക്കുന്ന ഈ പ്രിയ ബേബി ജോൺ എന്ന് പറയുന്ന പ്രിയ സഹോദരൻ പഠനത്തിന് ശേഷം
ഇന്ത്യൻ CRPയുമായി ബന്ധപ്പെട്ട് CRPFുമായിട്ട് അർദ്ധ സൈനിക വിഭാഗമായ CRPFുമായിട്ടുള്ള ബന്ധത്തിൽ അനേക വർഷക്കാലം ഭാരത രാജ്യത്തിന് വേണ്ടി, മാതൃരാജ്യത്തിന് വേണ്ടി ധീരനായ ഒരു സേനാനിയായി പ്രവർത്തിച്ച ഒരു മാന്യദേഹമാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം സേവനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഹിന്ദി ഭാഷയിൽ വളരെയധികം പാണ്ഡിത്യമുള്ള ഒരു പ്രിയ സഹോദരനായിരുന്നു കൊളത്തിങ്കൽ ശ്രീ ബേബി ജോൺ. റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹം ഇവിടെ വന്ന് ഈ സഭയുടെ കൈക്കാരനായിട്ട് അങ്ങനെയൊക്കെ വലിയ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ അനുഗ്രഹകരമായ ശുശ്രൂഷകൾ ബേബി ജോൺ എന്ന് പറയുന്ന സഹോദരൻ ആ കാലഘട്ടത്തിലാണ് ഇപ്പോൾ കാണുന്ന ഈ ദേവാലയമൊക്കെ പുതുക്കി പണിത ഇപ്പോൾ കാണുന്ന ഈ ഒരു സംവിധാനങ്ങളെല്ലാം ഒരുക്കിയത് അദ്ദേഹം കൈക്കാരനായിരുന്ന കാലഘട്ടത്തിലാണ്. സഭയെ വളരെയധികം ആഴമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രകൃതം അങ്ങനെയാണ്. സഭയോട്, സഭാ ശുശ്രൂഷകരോട് ഒക്കെ വളരെ സ്നേഹത്തിൽ ഇടപെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. സൗമ്യമായ ഒരു വ്യക്തിത്വമാണ്. എനിക്ക് മനസ്സിലാക്കുന്ന സൗമ്യനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. വളരെ സൗമ്യമായ രീതിയിൽ എല്ലാവരോടും സംസാരിക്കുകയും എല്ലാവരോടും സ്നേഹത്തോടുകൂടെ ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ശ്രീ ബേബി ജോൺ. അതുമാത്രമല്ല, പല പ്രതിസന്ധികൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കടന്നുപോയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോൾ വളരെ അപൂർവമായി മാത്രം കാണുന്ന ചില പ്രതിസന്ധികൾ ദൈവത്തിൻ്റെ പദ്ധതിയായിരിക്കാം. അതിലൂടെ അദ്ദേഹം കടന്നുപോയിട്ടുണ്ട്. കാരണം ഒരു 3-4 വർഷങ്ങളായിട്ട് അദ്ദേഹം ഡയാലിസിസ്, ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസിന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ അദ്ദേഹം പോയിരുന്നു. ഞാൻ ഡയാലിസിസ് പോയിട്ട് വന്നു കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ഈ പ്രതിസന്ധിയിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ ദൈവത്തിലുള്ള അചഞ്ചലമായ ഒരു വിശ്വാസവും പ്രത്യാശയും ബേബി ജോൺ എന്ന് പറയുന്ന ഈ പ്രിയ പിതാവിന് ഉണ്ടായിരുന്നു. ഒരിക്കലും ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞ്, ഞാൻ പലപ്പോഴും ഇവിടെ എബിൻ കുറച്ച് ഒരു 9 മാസത്തോളമായി എബിനും കാലിന് ചെറിയ ഒരു പരിക്കൊക്കെ ഉണ്ടായി. അദ്ദേഹം റിക്കവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 1-2 മാസം നമ്മുടെ ഇവിടെ CSI ഹോസ്പിറ്റലിൽ എബിന് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പലപ്പോഴും ആഴ്ചയിൽ 1-2 പ്രാവശ്യമെങ്കിലും ഞാൻ ഡയാലിസിസ് കഴിഞ്ഞ് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊന്നും ഒരു പരാതി പറയും, എല്ലാവരും വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, സന്തോഷത്തോടുകൂടെ, ധൈര്യത്തോടുകൂടെ ജീവിതത്തിലെ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ഏറ്റെടുക്കുവാനായിട്ട് ഒരു സേനാനി ആയതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ആ ഒരു ബോൾഡ്നെസ്, ധൈര്യം ലഭിച്ചത് എന്ന് ഞാൻ കരുതുകയാണ്. ഒരു സേനാനി ആയതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ച ട്രെയിനിങ് ആയിരിക്കാം അദ്ദേഹത്തിന് അത് ലഭ്യമായത് എന്ന് ഞാൻ കരുതുന്നു. ഏതായാലും ഒരു വലിയ ധൈര്യം, പ്രത്യാശ നിർഭരമായ ഒരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ധൈര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തകർന്നു പോകാവുന്ന ജീവിത സാഹചര്യങ്ങളിൽ അതൊരു ചാലഞ്ചായി ഏറ്റെടുത്തുകൊണ്ട്, വെല്ലുവിളിയായി പ്രതിസന്ധികളെ ഏറ്റെടുത്തുകൊണ്ട് അതിനെ ഒരു അനുഗ്രഹമാക്കി തീർത്ത ഒരു ദൈവമകനാണ് നമ്മളിൽ നിന്ന് യാത്ര പറയുന്ന കൊളത്തിങ്കൽ ശ്രീ ബേബി ജോൺ എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ വളരെ അപൂർവം മാത്രമേ കാണാൻ സാധിക്കൂ. ചെറിയൊരു പ്രതിസന്ധി വന്നാൽ നമ്മൾ തകർന്നു പോയി, അല്ലേ, എനിക്കിനിയും മുൻപോട്ട് തുടരാൻ സാധിക്കത്തില്ല, എനിക്ക് ജീവിതം മതിയായി, മടുത്തു എന്നൊക്കെ പറഞ്ഞ് നിരാശയുടെ പടുകുഴിയിലേക്ക് അനേകർ വീഴുമ്പോൾ ഇന്ന് എത്ര നമ്മൾ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ അങ്ങനെയുള്ള നിരാശയിൽപ്പെട്ടവരുടെ ജീവിതമാണ്. എന്തിനാണ് ജീവിക്കുന്നത്? എനിക്കിനി ജീവിച്ചുകൊണ്ട് എന്ത് പ്രയോജനമാണ്? പക്ഷേ ഇത്രയധികം പ്രതിസന്ധികളുണ്ടായിട്ടും വളരെ ധൈര്യമായി, ബ്രേവായി, ബോൾഡായി അതിനെ നേരിടുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതൊരു വലിയ ദൈവകൃപയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദൈവവിശ്വാസവും പ്രത്യാശയും ദൈവാനുഗ്രഹവും ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് ആർക്കും സാധിക്കത്തില്ല. അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയായിരുന്നു അദ്ദേഹത്തിൻ്റെ സമയമൊക്കെ ഏകദേശം അടുത്തുനിന്ന്. ഉദാഹരണമായിട്ട് ഇവിടെ കല്ലറയുടെ പണിയൊക്കെ നടക്കുന്ന സമയത്ത് ഒരു ദിവസം അദ്ദേഹം മകളുടെ കയ്യിൽ അതിൻ്റെ സാമ്പത്തികം കൊടുത്തയച്ചു. അത് നല്ലൊരു കോൺഫിഡൻ്റ് ആയിരുന്നു. കാരണം അധികം ഇല്ല, എൻ്റെ യാത്രയുടെ സമയമായി എന്നുള്ള വലിയ ഒരു ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ അദ്ദേഹം വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമായിരുന്നു. ഇടയ്ക്ക് ഞാൻ കാണുകയും 1 മാസം മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. അന്ന് ചെന്നപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. സർവീസിലിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ അനുഭവങ്ങളും ഒക്കെ ഷെയർ ചെയ്തു. കുടുംബത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പം എല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മോട്ടിവേറ്റഡ് ഔട്ട്ലുക്കാണ്, പോസിറ്റീവായിട്ടുള്ള വലിയൊരു ചിന്തയാണ് അദ്ദേഹത്തിനോട്. എല്ലാത്തിനെക്കുറിച്ചും പ്രത്യാശയോടുകൂടെ
ഈ പ്രതിസന്ധിക്കുള്ളിൽ സാരമില്ല, ഇതൊക്കെ ശരിയാകും. കാരണം നമ്മുടെ പ്രിയ മകൻ എബിനാണിൽ ഇത്രയും അദ്ദേഹത്തിന് നടക്കാനായിട്ടുള്ള ഒരു വലിയ അനുഗ്രഹം ദൈവം നൽകിയത് ദൈവത്തിൻ്റെ ഒരു വലിയ ഹീലിംഗ് ആയിട്ട് ഞാൻ കണക്കാക്കിയാണ്. അവിടെ ഇതിൻ്റെ വാക്കുകൾ വിസ്മരിക്കണം. കാരണം കാലാവസ്ഥ പ്രതികൂലവും അദ്ദേഹത്തിൻ്റെ ബോഡിയുടെ ആ സാഹചര്യം എല്ലാം വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിസ്മരിക്കട്ടെ. ഒരു വാക്യം മാത്രം വായിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട ജസ്റ്റിമണി അച്ഛനും മുൻ ഇടപെടക്കാരനാണ്. അച്ഛൻ്റെ കാലഘട്ടത്തിലും അദ്ദേഹം കൈക്കാരനായിരുന്നു. അച്ഛനെയും കൊച്ചമ്മയും പ്രത്യേകമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരു വാക്യം മാത്രമാണ് എന്നെ ഈ പ്രിയ ബേബി ജോണിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നത്. വളരെ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 35-37 വാക്യങ്ങൾ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഇത് പറയാണ് പൗലോസ് അപ്പോസ്തലൻ പറയാം, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. അന്നത്തെ കഷ്ടതകളുടെ ലിസ്റ്റ്, അന്നുണ്ടായിരുന്ന കഷ്ടതകളുടെ ലിസ്റ്റാണ് അദ്ദേഹം ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്, പൗലോസ് അപ്പോസ്തലൻ എടുത്ത് പറയുന്നത്. എന്നാൽ ഇന്ന് ഹോസ്പിറ്റലിലെ സ്റ്റാഫ്, CSI മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ, അടുത്തതായി സെന്റ് സ്റ്റീഫൻ CSI സ്ത്രീജന സഖ്യാംഗങ്ങൾ മുൻപോട്ട് കടന്നു വന്ന് പുഷ്പചക്ര അർപ്പിക്കുന്നതാണ്. എല്ലാ സ്ത്രീജന സഖ്യാംഗങ്ങളും മുൻപോട്ട് കടന്നു വരുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. അതിനുശേഷം ഉടനെ തന്നെ വിജയപ്രസ്ഥാനത്തിലെ അംഗങ്ങൾ തയ്യാറായി നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്ത്രീജന സഖ്യാംഗങ്ങൾ മുൻപോട്ട് കടന്നു വന്ന് പുഷ്പചക്രം അർപ്പിക്കുന്നു. അടുത്തതായി വിവിധ പ്രസ്ഥാനങ്ങളുടെ യൂത്ത് മൂവ്മെൻറ്റ്, പിന്നെ അതിലെ ഒരു ഏറ്റവും നല്ല ഒരു വൈബ്രൻ്റായിട്ടൊരു മെമ്പറാണ് CSI സെൻറ്റ് സ്റ്റീഫൻസ് എന്ന പ്രസ്ഥാനത്തിന്. അടുത്തതായി എംപ്ലോയീസ് അസോസിയേഷൻ അംഗങ്ങൾ, സഭയുടെ എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾ മുൻപോട്ട് വരുന്നതാണ്. എംപ്ലോയീസ് ആൻഡ് റിട്ടയർഡ് എംപ്ലോയീസ് അസോസിയേഷൻ അംഗങ്ങൾ, സെൻറ്റ് സ്റ്റീഫൻസ് CSI ഇടപെടൽ. അടുത്ത പ്രതിഭ പട്ടികവർഗ കുടുംബ യൂണിറ്റ് അംഗങ്ങൾ. പ്രതിഭ പട്ടികവർഗ കുടുംബ യൂണിറ്റ് അംഗങ്ങൾ. അടുത്തതായി സ്നേഹ കലാസംഘം ബാൻഡ് സെറ്റ് അംഗങ്ങൾ. അതൊരു വലിയ കലാകാരനും കൂടെയായിരുന്നു, അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. ഇവിടുത്തെ ബാൻഡ് സെറ്റിൻ്റെ ഒക്കെ ഒരു മാസ്റ്ററും ഒക്കെ ആയിരുന്നു അദ്ദേഹം. കലാപരമായി വളരെയധികം വാസനയുള്ള ഒരു വ്യക്തിത്വമായിരുന്നു എന്ന് നന്ദിയോടെ ഓർക്കുന്നു. സ്നേഹ കലാസംഘം ബാൻഡ് സെറ്റ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, ആത്മാർത്ഥ സ്നേഹിതർ ഇപ്പോൾ പുഷ്പചക്രം അർപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഇപ്പോൾ സ്നേഹിതർ ഇപ്പോൾ പുഷ്പചക്രം അർപ്പിക്കുന്നതാണ്.
സെന്റ് സ്റ്റീഫൻ CSI ഡെബേക്ക് വേണ്ടി സഭാ കമ്മിറ്റി ഇപ്പോൾ പുഷ്പചക്രം അർപ്പിക്കുന്നതാണ്. CSI സെന്റ് സ്റ്റീഫൻസ് ഇടവാങ്ങൾക്ക് ഈ സമയത്ത് ആദരസൂചമായി എഴുന്നേറ്റ് നിൽക്കാമെന്നാണ് ഇപ്പോൾ സഭാ ചർച്ച കമ്മിറ്റി റീത്ത് സമർപ്പിക്കുന്നു. മുമ്പോട്ട് ദയവായിട്ട് സെന്റ് സ്റ്റീഫൻ CSI ഇടവാങ്ങൾ അത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ആദരവ് അർപ്പിക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ സഭാ കമ്മിറ്റി റീത്ത് അർപ്പിക്കുന്നതാണ്. എല്ലാവർക്കും ദയവായിട്ടിരിക്കാം. ഇനി ആരെങ്കിലും പുസ്തകം അർപ്പിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ ദയവായിട്ട് വരാം. ആരെങ്കിലും, ഞാൻ ഈ പേര് എൻ്റെ ലിസ്റ്റ് കിട്ടനുസരിച്ച് ഞാൻ പേര് വായിച്ചത്. അതല്ലാതെ ആരെങ്കിലും പുഷ്പചക്രം അർപ്പിക്കാനായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മുകളിൽ വരാം. ഇല്ലെങ്കിൽ ഗായസം ഒരു ചരണം, ഒരു പാട്ടിൻ്റെ ആശ്വാസഗാനത്തിൽ ഒരു ചരണം ആലപിക്കുന്നതാണ്. ശുശ്രൂഷ ഉടനെ തുടരുകയാണ്. നമ്മൾ
യഹോവയുടെ ദയോ എന്നേക്കും തന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. ആശീർവാദത്തിനായി നമ്മുടെ തെളിവുകളെല്ലാം നിത്യനും അമർത്യനും സാദൃശ്യമായ രാജാവായി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏകജ്ഞാനിയായ ദൈവത്തിന് ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നിങ്ങളെ അനുദിനം ധൈര്യപ്പെടുത്തി ജീവാസനവരെ വരെ ക്രിസ്തുവിന്റെ വിശ്വസ്ത സാക്ഷികളായി തീരുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ നൽകുമാറാകട്ടെ. ദേവാലയത്തിൽ വെച്ചുള്ള ശുശ്രൂഷകളുടെ സമാപിക്കുകയാണ്. ദേവാലയത്തിൽ ശുശ്രൂഷ നടത്തുന്നതിനായ അച്ഛനോടും അതുപോലെ അച്ഛനോടുള്ളതായ മെസ്സേജ് അറിയിക്കുന്നു. അതുപോലെ തന്നെ മാറ്റി സാറ്, മാണി സാറ്, വില്ല് സാറ്, ജോർജ് സാറ് സ്റ്റേറ്റ് കുടുംബാനോട് മെസ്സേജ് അറിയിക്കുന്നു. തിരുമേനിക്ക് നിങ്ങളോട് എത്തിച്ചേരാൻ സാധിക്കാത്തതുകൊണ്ട് തിരുമേനി കുടുംബമായിട്ടുള്ള തന്നെ അനുശോചന വാഗ്ദാനങ്ങളും കുടുംബാനെ അറിയിക്കണമെന്ന് എന്നെ കൃത്യമായി ആവശ്യപ്പെട്ടിരുന്നു. തിരുമേനിയുടെ പേരിലുള്ള അനുശോചന വാഗ്ദാനം ആരംഭിക്കുന്നു. ഈ സമയത്ത് മഴ മാറിയെങ്കിൽ മാത്രം നമ്മൾ വെളിയിലേക്ക് എടുക്കുന്നതാണ്. മോർച്ചയുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഉടനെ നമ്മൾ പ്രതിശരീരം സംസ്കാരത്തിനായിട്ട് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് അറിയിക്കുന്നത്. മഴ മാറിയെങ്കിൽ ഇല്ലെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നമുക്ക് പാട്ടുകൾ പാടാവുന്നതാണ്. കാരണം വലിയ മഴയാണ്, നമുക്ക് അവിടെ പോകാനായിട്ട് പ്രയാസമാണ്. നമുക്ക് വെളിയിലാണ് ഉള്ളതാണ് ഗായസ്മരാഷ്ട്രമാകുമ്പോൾ ഒരു നാളുകൾക്ക് നൽകി വീണ്ടും ആർക്കെങ്കിലും മുമ്പോട്ട് വന്ന് നമുക്ക് കാണാനാണെങ്കിൽ ആ സമയം അത് വിനിയോഗിക്കുകയും ചെയ്യാവുന്നതാണ്. ഓരോ വിശ്വാസികളുടെ ജീവിതത്തിൽ ദൈവം അറിയാതെ വിശ്വാസപ്പെട്ട അച്ഛന്മാരെ, വേർപാട് ദുഃഖത്തിരിക്കുന്ന കുടുംബാംഗങ്ങളെ, സഭാജനങ്ങളെ, എൻ്റെ പ്രിയ കൈത്താണ്ടായിരുന്ന തലച്ചേട്ട ഞങ്ങളെല്ലാവർക്കും സ്നേഹം അറിയിക്കുന്നു. അങ്ങനെ ജോർജ് സാറ് ആശുപത്രിയിൽ അച്ഛൻ വിളിച്ച് പറയുന്നത് നമ്മുടെ അച്ഛൻ്റെ കാലത്ത് കൈക്കാരൻ മരിച്ചുപോയി. കേട്ടപ്പോൾ ഭയങ്കര വിഷമമുണ്ടായി. കാരണം ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ പഴയ അച്ഛൻ പ്രിയ മകന്മാർ കൈക്കാരനായത്. ആ കാലത്ത് ഇവിടെ നടന്ന സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയും. ആശുപത്രി പറഞ്ഞാൽ പുള്ളി ഇവിടെ തന്നെയായിരിക്കും. ഞാനിവിടെ പോയാലും അച്ഛൻ പ്രിയ മകൻ ഇപ്പോഴും 2 വർഷത്തിനുണ്ടായി കൈക്കാരന്മാർ അച്ഛൻ്റെ കൂടെയായിരുന്നു. അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന സമയത്ത് നമ്മൾ പ്രവർത്തിച്ചിരുന്നു. പ്രിയ മകനെ തീരെ നിന്നാണ് ആ പ്രവർത്തനത്തിൽ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. ഏറ്റവും കൂടുതലായി പറയുന്ന നമ്മുടെ ജനത്തോട് ആശുപത്രി ഇറങ്ങി നടക്കുന്ന സമയമാണ്. മഹാരാജ നടക്കുമ്പോൾ ഇവിടെ നമുക്ക് വേറെ കൈക്കാരന്മാരുടെ മകളുടെയും ബിജുവിൻ്റെയും അതുപോലെ കൈക്കാരന്മാരുടെയും നേതൃത്വത്തിൽ ഒരു വലിയ സ്ഥലം മാടിയുണ്ട്. അവിടെ വന്നു പ്ലാസ്മാടുമായിട്ട് ഇങ്ങനെ അടഞ്ഞു കിടക്കുന്ന നേരത്തോട് ഹോസ്പിറ്റൽ തുറക്കണമെന്ന് ആ സമയത്ത് ഇലക്ഷൻ നടക്കുകയാണ്. തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ കൂടിയാണ്. ഇവർ കോളേജിൻ്റെ മീറ്റിംഗ് നടന്നു വന്നപ്പോൾ ബിഷപ്പ് 2 പ്രാർത്ഥന ഇറക്കി വിട്ടു. നമ്മളെ പോകാൻ പറയണം. അവിടെ പ്രിൻസിപ്പാൾ കേസ് കൊടുപ്പിച്ചു. പോലീസ് പോയത് ഏതായാലും എല്ലാ പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ കേസ് പ്രവർത്തിക്കും, പരിഹാരമുണ്ടാകും, ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ വേണ്ടിയുള്ളത്. ഇലക്ഷൻ കഴിഞ്ഞു. നമ്മുടെ ബാലൻസ് പാസ്സായി. അന്ന് ഇന്നത്തെ ബഹുമാനപ്പെട്ട തിരുവേദി ട്രഷറായി, ഞാൻ സെക്രട്ടറിയായി, കൂടുള്ള വേറെ 2 പേരുണ്ടായിരുന്നു. അവരും അച്ഛാൻകുട്ടി ഡേ സെക്രട്ടറിയായി. ഞങ്ങൾ വിജയിച്ചു. വാസ്തവം പറഞ്ഞാൽ ഒരു കുട്ടി പോലും ഇല്ലാതെ എല്ലാവരും പോയി. കാട് പിടിച്ചിരുന്ന ചേരച്ചോട് മക്കൾ മാത്രമേ ഉണ്ടായിരുന്നു. ഞങ്ങളെ സ്വീകരിക്കുവാനും ഞങ്ങൾക്ക് നന്ദി പറയുവാനും അവർ മാത്രമുണ്ടായി. അത് അവർക്കുള്ള
ഉണ്ടായ സന്തോഷത്തിന് അളവില്ല. ഇങ്ങനെ സഭയ്ക്ക് വേണ്ടി, സഭയുടെ നന്മയ്ക്ക് വേണ്ടി പോരാടിയ ഒരു കമ്മിറ്റി ആയിരുന്നതാണ്. അതുപോലെ തന്നെ ഈ വിവാഹത്തിന്റെ സമയത്ത് ഏറെ സാമ്പത്തികമാണ്. രാത്രി പകലുമില്ലാതെ പറ്റിപ്പോകും. എന്തെല്ലാത്തിനും വന്നു, ആരെല്ലാം എന്തെല്ലാം വിമർശനം വന്നു, ധൈര്യത്തോടുകൂടെ കൂടെ നിന്നു. അത് ആരാഴ്ച മാറുവാൻ തീരുമാനിച്ചു. ചില പള്ളികളൊക്കെ കേൾക്കേണ്ടി വന്നാൽ ഇന്ന് എൻ്റെ കൂട്ടുകാരന്മാർ ഉൾപ്പെടെ വളരെ സന്തോഷമായി ആ ഭവനത്തിൽ ജീവിക്കുക. അവിടെ ആഗ്രഹമായിരുന്നു യശോദേശൻ ഒരു മാസത്തിലാണ് താമസിപ്പിക്കുന്നത്. എന്നാൽ മഹാരുടെ തീരുമാനപ്രകാരം പോകുന്നു. എന്നാൽ എനിക്ക് മുമ്പ് എന്നോടുകൂടെ കടന്നുപോയ പലരുമുണ്ട്, എന്നോടുകൂടെ ജീവിക്കുന്ന പലരുമുണ്ട്. അതിൽ ഒക്കെ ഒരാളാണ്. സാധാരണ പോലെ നല്ല പോകുന്നത് ഒട്ടും തിരിച്ചു വിശ്വാസമില്ല. സഭയ്ക്ക് വേണ്ടി പോരാടി, ഇതരങ്ങളോട് പോരാടി. ഏതെല്ലാം രീതിയിൽ വികസനം ഉണ്ടാക്കാമോ അന്നത്തെ സാഹചര്യം നമുക്കറിയാം. ആ സാഹചര്യത്തിൽ നിർത്തി ഈ പള്ളിയുടെ പ്രവൃത്തിക്ക് വേണ്ടി പ്രവർത്തിച്ച മകൻ എല്ലാവരും എപ്പോഴും ഒന്ന് വളരെ വീട്ടിലൊക്കെ സജീവമായി കുടുംബമായി ഒരു വലിയ മലയ്ക്കുണ്ടാകുന്നതായിരിക്കും. എൻ്റെ സുഹൃത്തുക്കളോട് ഭൗതികമായി വെച്ചുള്ളൂ. എന്നാലും ഞാൻ ആ ഒരു മുമ്പേക്ക് കണ്ടു. പിന്നെ പെട്ടെന്ന് അസുഖമായി മനുഷ്യനാണല്ലോ ഇപ്പോൾ പറയാം. എന്നാലും ഇന്നലെ ദിവസം പറയുന്ന വച്ചാൽ എല്ലാവരും പോവുകയാണെന്ന്, എല്ലാവരും പോവുകയാണെന്ന്. ഞാൻ നിങ്ങളുടെ പോകണം. എനിക്ക് 70 വയസ്സ്, സഹോദരൻ 60 വയസ്സ്. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ 60ാമത്തെ ജന്മം ഉണ്ടാകണമെന്ന് പറഞ്ഞു അതിനുവേണ്ടിയുള്ള എല്ലാ വർഷങ്ങളും ചെയ്യും വളരെ ഭംഗിയായിട്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ആയുസിലെ ഒരിക്കലും ഞാൻ മറക്കാൻ കഴിയാത്ത അനുഭവങ്ങളാണ് എനിക്കുണ്ടായി. അത്രയും എന്നെ സ്നേഹിച്ച മക്കളാണ്. അത്രയും പ്രിയമുള്ള പ്രിയ കൂട്ടുകാരൻ, എൻ്റെ പ്രിയക്കാരൻ യോഗകാരൻ തിരുവചനം പറയുന്നത് ഇന്നു മുതൽ കർത്താവിൽ വഹിക്കുന്നവരുടെ നടപ്പാക്കുവാൻ. അതേ അവർ തങ്ങളുടെ പ്രിയത്തിനോട് സ്മരിക്കുകയില്ല. ഇനി പ്രിയപ്പെട്ട വേദിച്ചേട്ടൻ തൻ്റെ പ്രിയങ്ങളിൽ പ്രവർത്തനങ്ങളിൽ കഷ്ടപ്പാടുകളിൽ നിന്നോ വേദനകളിൽ നിന്നോ വിശ്രമിക്കേണ്ടതാണ്. രോഗവും ദുഃഖവും വേദനയില്ലാതെ വിശ്രമരാജ്യത്തിലേക്ക് കർത്താവിൻ്റെ അടുത്ത് പോയിരിക്കും. അതുകൊണ്ട് നമുക്ക് ആശ്വസിപ്പിക്കാം. ശാന്തതയോട് ഈ ശരീരത്തെ നിലനിൽക്കും ചെയ്യാൻ ദൈവം പ്രവർത്തിയട്ടെ. ദൈവഗീതമെങ്കിൽ കാലവസ്ഥതയും നമ്മൾ കനിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കുടുംബത്തിൻ്റെ ആടുമേറിയ പ്രാർത്ഥന അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. ശരീരം എടുക്കുകയാണ്. അതുകൊണ്ട് കുടുംബാംഗങ്ങൾ ആരെങ്കിലും ചുമന അർപ്പിക്കാൻ തുടർന്നതോടെ തന്നെ നമ്മൾ സെമിത്തേരിയിലേക്ക്, സെമിത്തേരി സെല്ലാണ്, സെല്ലിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്നതാണ്. സെമിത്തേരി സെല്ലാണ് കൊണ്ടുപോയി അന്ത്യജീവനം. Oh
വാക്കുകളിൽ നമുക്ക് ഉറപ്പിച്ച് പ്രഖ്യാപിക്കാം. വിദ്യാഭ്യാസ പ്രമാണം നിയമമായി സ്നേഹിക്കുന്നവർക്ക് നേരിട്ടില്ല
ദൈവഭക്തിയുള്ള നടത്തുന്നത് അനുഗ്രഹിക്കപ്പെട്ട ആവശ്യന്മാരെ അനുഗ്രഹിക്കേണ്ടത് മൂലം നൽകണമേ. ക്ഷണം തീർന്നു പോകും ഓർക്കനീ ഇന്നു കണ്ടു വാടുന്നതാ പൂവിനെ പോൽ നിൻ ജീവിതം വേഗം വാടിപ്പോകും എന്നോർക്ക വേഗം വാടിപ്പോകും ഓർക്കനീ എന്തു കൊണ്ടുവന്നു നീ വന്നപ്പോ എന്തു കൊണ്ടുപോകും നീ പോകുമ്പോ മാറിപ്പോകുമൊരാവി പോലെ മാറിപ്പോകും നിൻ ജീവനം ഇന്നു രക്ഷകൻ കയ്യിലേൽപ്പിക്കാൻ ഇന്നു രക്ഷകൻ കയ്യിലേൽപ്പിക്കാൻ ചാഞ്ഞു പോകുന്ന നിഴൽ പോൽ മാഞ്ഞു പോകും നിന്നായുസും മണ്ണിൽ മറഞ്ഞിടുമെന്നോർക്ക നീ മണ്ണിൽ മറഞ്ഞിടുമെന്നോർക്ക നീ ചൂടിനാൽ കരിഞ്ഞിടുന്നതാ പുല്ലിനു സമമീ ജീവിതം അത് ദൈവത്തിൻ ദാനമല്ലോ അത് ദൈവത്തിൻ ദാനമല്ലോ എന്തു കൊണ്ടുവന്നു നീ വന്നപ്പോൾ എന്തു കൊണ്ടുപോകും നീ പോകുമ്പോ മണ്ണിൽ നിന്നു പിറന്നവൻ നീ മണ്ണിനോടു തന്നെ ചേരും
വിശ്രമ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ എൻ ദുഃഖങ്ങളെല്ലാം മാറിപ്പോകും. വിശ്രമ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ എൻ ദുഃഖങ്ങളെല്ലാം മാറിപ്പോകും. വാഗ്ദത്ത ഗേഹമതിൽ എൻ വാസം സുസ്ഥിരമായിടുമേ. വാഗ്ദത്ത ഗേഹമതിൽ എൻ വാസം സുസ്ഥിരമായിടുമേ. എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയവാസമതേ. എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയവാസമതേ. ഹല്ലേലൂയ രാജ്യത്തേ എന്നും നിത്യാനന്ദമേ. ഹല്ലേലൂയ രാജ്യത്തേ എന്നും നിത്യാനന്ദമേ. ദ്രവത്വമായത് നീങ്ങിപ്പോകും, അമർത്യമായത് നാം ധരിക്കും. ദ്രവത്വമായത് നീങ്ങിപ്പോകും, അമർത്യമായത് നാം ധരിക്കും. മൺശരീരം മാറി വിൻശരീരം പൂകി നിത്യതയിൽ നാമും എത്തിച്ചേരും. മൺശരീരം മാറി വിൻശരീരം പൂകി നിത്യതയിൽ നാമും എത്തിച്ചേരും. എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയവാസമതേ. എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയവാസമതേ. ഹല്ലേലൂയ രാജ്യത്തേ എന്നും നിത്യാനന്ദമേ. ഹല്ലേലൂയ രാജ്യത്തേ എന്നും നിത്യാനന്ദമേ. ദേഹം എല്ലാം നാം വിട്ടുപോകും, ഈ ദേഹമെല്ലാം ക്ഷയിച്ചു പോകും. ഈ ദേഹം എല്ലാം നാം വിട്ടുപോകും, ഈ ദേഹം എല്ലാം ക്ഷയിച്ചു പോകും. സ്വർഗീയ പാർപ്പിടമുയരത്തിൽ ഞാൻ കാണുന്നു വിശ്വാസ കണ്ണുകളാലേ. സ്വർഗീയ പാർപ്പിടം ഉയരത്തിൽ ഞാൻ കാണുന്നു വിശ്വാസ കണ്ണുകളാലേ. എത്ര സമ്മോദം എത്ര സന്തോഷം സ്വർഗീയ വാസമതേ. എത്ര
സമ്മോദം എത്ര സന്തോഷം സ്വർഗീയവാസമതേ രാജ്യത്തിൽ എന്നും നിത്യാനന്ദമേ രാജ്യത്തിൽ എന്നും നിത്യാനന്ദമേ. വാസമതിൽ കർത്തനോടൊത്തു വസിച്ചിടും ഞാൻ. പുത്തനെറുശലേം വാസമതിൽ കർത്തനോടൊത്തു വസിച്ചിടും ഞാൻ. കണ്ണുനീരെല്ലാം തുടച്ചിടും താൻ കഷ്ടതലേശവുമില്ലവിടെ. നീരെല്ലാം തുടച്ചിടും താൻ കഷ്ടതലേശവുമില്ലവിടെ. എത്ര സമ്മോ